എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി നിങ്ങളെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവർ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്, അവർക്ക് ഇപ്പോഴും വികാരങ്ങളുണ്ടോ, അടുത്ത നീക്കം ആരായിരിക്കും എടുക്കുക എന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായിട്ട് സ്വീകരിക്കുക. ഇത് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണോ ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാത്രം ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അവർ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഇവിടെ വന്നിരിക്കുന്നത് മനോഹരമായൊരു എനർജിയാണ്. ഈ കാർഡ് വെറും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് മാത്രം പറയുന്നില്ല, അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരാളിൽ നിന്ന് അകന്നു പോകും, സംസാരിക്കാതെയാകും, സാഹചര്യങ്ങൾ മാറും. പക്ഷെ ആ വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്ന ചില നിമിഷങ്ങൾ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല. ഈ കാർഡ് അത്തരമൊരു എനർജിയാണ് കാണിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു തർക്കമോ ഒരു വിശദീകരണമോ ഒരു ജയപരാജയമോ അല്ല. അവർ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നിങ്ങളിൽ ചിലർക്കായി ഈ വ്യക്തി രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പഴയ കോൺവെർസേഷൻസ് ഓർക്കുന്നവരായിരിക്കും. നിങ്ങൾ ഒരുമിച്ച് ചിരിച്ച നിമിഷങ്ങൾ, ഭാവിയെക്കുറിച്ച് സംസാരിച്ച ദിവസങ്ങൾ, പരസ്പരം മനസ്സിലാക്കിയ നിമിഷങ്ങൾ, ഇതെല്ലാം അവരുടെ മനസ്സിൽ കടന്നു പോകുന്നുണ്ട്. 10 ഓഫ് കപ്സ് പലപ്പോഴും പറയുന്നത് എനിക്ക് ഈ വ്യക്തിയോടൊപ്പം സന്തോഷമായിരുന്നു എന്നൊരു തിരിച്ചറിവാണ്. ചിലപ്പോൾ ഒരാളെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവരുടെ വില മനസ്സിലാവുന്നത്. ഈ കാർഡിൽ അത്തരം ഒരു എനർജി കാണാം. നിങ്ങൾ നോ കോൺടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് മാത്രം ആഗ്രഹിക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള എനർജി വീണ്ടും സോഫ്റ്റ് ആകണമെന്നാണ്. പഴയ മുറിവുകൾ ഭേദമാവണം, തെറ്റിദ്ധാരണകൾ മാറണം, മനസ്സിൽ കിടക്കുന്ന ഭാരങ്ങൾ കുറയണം എന്നതാണ്. ഇതൊരു ഫാമിലി കാർഡ് കൂടിയാണ്. അതുകൊണ്ട് ചിലർക്കായി ഈ വ്യക്തി നിങ്ങളെ അവരുടെ ഫ്യൂച്ചറിൽ ഇപ്പോഴും കാണുന്നുണ്ടാവാം. ഇത് ശരിയാക്കാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു എന്ന ചിന്ത പോലും ഉണ്ടാവാം. എന്നാൽ ഓർമ്മിക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും സാഹചര്യം വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഈ കാർഡിൻ്റെ കോർ മെസ്സേജ് വളരെ വ്യക്തമാണ്. അവർ നിങ്ങളിൽ നിന്ന് സ്നേഹവും സമാധാനവും ഇമോഷണൽ ക്ലോസ്നെസ്സുമാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ നിങ്ങളോടൊപ്പം അനുഭവിച്ച സന്തോഷം വീണ്ടും അനുഭവിക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഏറ്റവും ശക്തമായിട്ട് കാണുന്നത്. അവർ നിങ്ങളെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യൂണിവേഴ്സിൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന കാർഡ് ദ എംപറർ കാർഡാണ്. ഈ കാർഡ് കാണുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാവുന്നത് അതെ, അവർ നിങ്ങളെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ അത് വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ചിന്തിച്ചും കണക്ക് കൂട്ടിയും മാത്രമേ ചെയ്യുകയുള്ളൂ. ദ എംപറർ ഒരു രാജാവിൻ്റെ എനർജിയാണ്. ഈ വ്യക്തി തൻ്റെ വികാരങ്ങൾ എളുപ്പത്തിൽ പുറത്ത് കാണിക്കുന്ന ഒരാളല്ല. നിങ്ങളെ മിസ് ചെയ്താലും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും അതൊന്നും എല്ലാവർക്കും കാണാൻ അനുവദിക്കില്ല. നിങ്ങൾ ചിലരുടെ വ്യക്തി വളരെ സ്റ്റബോൺ ആയിരിക്കും. ആദ്യം ഞാൻ മെസ്സേജ് അയക്കില്ല, ആദ്യം ഞാൻ വഴങ്ങില്ല, എൻ്റെ വാല്യൂ ഞാൻ കാണിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഇവർക്കുണ്ടാവാം. എന്നാൽ അതിൻ്റെ മറുവശവും കാണാം. ഈ കാർഡ് ചിലപ്പോൾ പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ സമീപിക്കണമെങ്കിൽ അത് വെറും കാഷ്വൽ കോൺവെർസേഷൻ ആയി അല്ല, അവർക്ക് കാര്യങ്ങൾ ക്ലിയർ ആക്കണം. എന്താണ് നടക്കുന്നത്, ഈ ബന്ധം എവിടേക്കാണ് പോകുന്നത്, ഭാവിയിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത വേണം. ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ ചില ആളുകൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും ഉടനെ കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ കഴിയില്ല. കാരണം അവർ ആദ്യം സ്വന്തം ജീവിതം സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കും. ജോലി, സാമ്പത്തിക കാര്യങ്ങൾ, കുടുംബ ഉത്തരവാദിത്തങ്ങൾ, ഈഗോ, സെൽഫ് റെസ്പെക്റ്റ്, ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഈ ഒരു കാർഡ് എനർജി അത്തരം ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ സമീപിക്കാനുള്ള ആഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാർഡ് വരില്ലായിരുന്നു. പക്ഷെ അവർ ഓടി വന്ന് വികാരങ്ങൾ തുറന്നു പറയുന്നൊരു എനർജി അല്ല ഇത്. പകരം ഞാൻ തയ്യാറായാൽ മാത്രമേ മുന്നോട്ട് വരൂ, എനിക്ക് കൺട്രോളുള്ള സാഹചര്യത്തിൽ മാത്രമേ സംസാരിക്കൂ, അല്ലെങ്കിൽ ഞാൻ ദുർബലനാണെന്ന് അവർ കരുതരുത് എന്നൊരു ചിന്തയാണ് ഇവിടെ കാണിക്കുന്നത്. ചില വ്യൂസിന് ഇതൊരു മെച്ചർ എനർജി ആവാം. ജെൻഡർ എന്താണെന്ന് പ്രധാനമല്ല. ഇവിടെ കാണുന്നത് ലീഡർഷിപ്പ്, കൺട്രോൾ, റെസ്പോൺസിബിലിറ്റി എന്നീ ഗുണങ്ങളാണ്. അപ്പോൾ ഈ കാർഡ് വരുന്ന ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയം പറയുന്നത് പോലെ ഉടനെ പ്രവർത്തിക്കുന്ന ആളല്ല അവർ. എല്ലാം നിയന്ത്രണത്തിലാണെന്ന് തോന്നുമ്പോൾ, ശരിയായ സമയം എത്തിയെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ അവർ അടുത്ത ചുവട് വെക്കൂ. ഇപ്പോൾ അവരുടെ മൗനം വികാരങ്ങളുടെ അഭാവമല്ല, കൺട്രോൾ നഷ്ടപ്പെടുമോ എന്ന ഭയവും സെൽഫ് റെസ്പെക്റ്റും കൂടി ചേർന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിൻ്റെ ആ ഒരു പേഴ്സൺ അവർ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ഈ ഒരു കാർഡ് കണ്ടാൽ ആദ്യം മനസ്സിലാവുന്നത് ഈ മൗനം നിങ്ങളോടുള്ള വികാരങ്ങളുടെ ഒരു അഭാവം കൊണ്ടല്ല, പകരം അവർ ഇപ്പോൾ ഒരു മാനസിക വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിലെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നും, പക്ഷേ മനസ്സിന് അത് തയ്യാറാവില്ല. കാരണം ഉള്ളിൽ ഒരുപാട് ചിന്തകളും ആശയക്കുഴപ്പങ്ങളും തീരാത്ത വികാരങ്ങളും ഉണ്ടാവും. 4 ഓഫ് സോർഡ്സ് അത്തരം ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സ്വയം സമയമെടുക്കുകയാണ്. അവർ അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ചില വ്യൂവേഴ്സിന് ഈ വ്യക്തി മുൻപ് നടന്ന സംഭവങ്ങൾ ഹേർട്ടായിരിക്കാം. അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്, പക്ഷേ ആ ചിന്തകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരിക്കും. ചിലപ്പോൾ മൗനം ഒരു ശിക്ഷയല്ല, അതൊരു സെൽഫ് പ്രൊട്ടക്ഷൻ മെക്കാനിസമാണ്.
ഈ വ്യക്തി മനസ്സിൽ പറയുന്നത് ഇങ്ങനെ ആയിരിക്കാം: ഇപ്പോൾ ഞാൻ സംസാരിച്ചാൽ തെറ്റായ കാര്യങ്ങൾ പറയാം, ആദ്യം എൻ്റെ ഒരു മനസ്സ് ക്ലിയർ ആക്കണം, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കണം. ഫോറോ സോഴ്സ് പലപ്പോഴും ഇമോഷണൽ കാണിക്കാറുണ്ട്. ഒരുപാട് ചിന്തിച്ച് തളർന്ന ഒരാളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചിലർക്കായിട്ട് ഈ വ്യക്തി ജീവിതത്തിലെ മറ്റ് പ്രശ്നങ്ങളുമായി പോരാടുന്നുണ്ടാവാം. ജോലി, കുടുംബം, സാമ്പത്തിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്വന്തം മാനസികാവസ്ഥ ഇവയൊക്കെ കാരണം അവർ റിലേഷൻഷിപ്പ് വിഷയത്തിൽ ആക്ഷൻ എടുക്കാതെ നിൽക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കാർഡ് പെർമനന്റ് എൻഡിങ്ങിൻ്റെ ഒരു കാർഡല്ല. അതായത് അവർ ഇപ്പോൾ പിന്നോട്ട് മാറി നിൽക്കുന്നു, പക്ഷേ അതെല്ലാം അവസാനിച്ചു എന്ന അർത്ഥമല്ല. അവർക്ക് സമയം വേണം, സ്പേസ് വേണം, ഉള്ളിലെ ശബ്ദം കേൾക്കാൻ ഒരു അവസരവും വേണം. ഈ കാർഡിൽ നിന്ന് ഫൈനൽ മെസ്സേജ്: അവർ മൗനം പാലിക്കുന്നതുകൊണ്ട് നിങ്ങളെ മറന്നതുകൊണ്ടോ വികാരങ്ങൾ ഇല്ലാത്തതുകൊണ്ടോ അല്ല. അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ്. അവർ ചിന്തിക്കുന്നു, വിലയിരുത്തുന്നു, സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അവർ സംസാരിക്കുന്നതിനേക്കാൾ മൗനം തിരഞ്ഞെടുക്കുന്നത്. ഈ മൗനത്തിന് പിന്നിൽ അവഗണനയേക്കാൾ കൂടുതൽ ക്ഷീണവും ആലോചനയാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് അവർക്കിപ്പോഴും വികാരങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആ ഒരു വ്യക്തിക്ക് അവരോട് വികാരങ്ങൾ ഉണ്ടോ? ഇവിടെ വന്നിരിക്കുന്ന കാർഡ് 2 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ടാരോട്ടിൽ പ്രണയവും പരസ്പര വികാരങ്ങളെ സൂചിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ കാർഡുകൾ ഒന്നാണിത്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം അത് വികാരങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ്. പക്ഷേ ഇത് വെറും ഇഷ്ടമാണ് എന്ന തരത്തിലുള്ള ഒരു എനർജി അല്ല. 2 ഓഫ് കപ്സ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക വ്യക്തിയായി കാണുന്നു എന്നതാണ്. പല ആളുകളെ കണ്ടിട്ടുണ്ടാവും, പല അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങളുമായുള്ള കണക്ഷൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നൊരു തോന്നൽ ഇവർക്കുണ്ട്. ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ ചില ആളുകളെ നമ്മൾ മറക്കാൻ ശ്രമിക്കും, സമയം കടന്നു പോകും, ജീവിതം മുന്നോട്ട് പോകും. പക്ഷേ ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥലം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ഓർമ്മ വന്നാൽ പോലും ആ വ്യക്തി മനസ്സിലേക്ക് വരും. ഈ കാർഡ് അത്തരമൊരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചിലർക്കായി ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ അവരുടെ ഈക്വലായി കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ മാത്രമല്ല, റെസ്പെക്റ്റും ഇമോഷണൽ ബോണ്ടും ഉണ്ടായിരുന്നു എന്നതാണ് ഈ കാർഡ് പറയുന്നത്. 2 ഓഫ് കപ്സ് ഒരു ബാലൻസ്ഡ് കണക്ഷൻ്റെ ഒരു കാർഡാണ്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായേക്കാം: നമ്മൾ തമ്മിൽ എന്താ പ്രത്യേകത ഉണ്ടായിരുന്നു, എന്നെ ശരിക്കും മനസ്സിലാക്കിയ ഒരാൾ ഇവരായിരുന്നു, അല്ലെങ്കിൽ ഈ കണക്ഷൻ ഇത്ര എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്നതല്ല. കോൺടാക്ട് സാഹചര്യത്തിലുള്ളവർക്ക് ഈ കാർഡ് വളരെ മനോഹരമായ ഒരു സന്ദേശം നൽകുന്നു. മൗനം ഉണ്ടായാലും ദൂരം ഉണ്ടായാലും വികാരങ്ങൾ പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല എന്നാണ് ഈ കാർഡ് പറയുന്നത്. പലപ്പോഴും ആളുകൾ സംസാരിക്കാതിരിക്കുന്നത് വികാരങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, വികാരങ്ങൾ വളരെ ആഴത്തിലുള്ളതാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഈ കാർഡ് ഫ്രണ്ട്ഷിപ്പ്, ലവ്, സോൾമേറ്റ് എനർജി, മ്യൂച്വൽ അഫെക്ഷൻ എന്നിവയെല്ലാം കാണിക്കുന്നു. ഈ കാർഡ് ഇരുന്ന ഫൈനൽ മെസ്സേജ്: ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങളോടുള്ള വികാരങ്ങളുണ്ട്. അവർ നിങ്ങളെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കാണുന്നില്ല. ഒരിക്കൽ പങ്കുവച്ച സ്നേഹം മനസ്സിലാക്കലും ഇമോഷണൽ കണക്ഷനും ഇപ്പോഴും അവരുടെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നു. സമയം മാറിയേക്കാം, സാഹചര്യങ്ങളും മാറിയേക്കാം, പക്ഷേ 2 ഓഫ് കപ്സ് പറയുന്നത് ഈ ബന്ധത്തിൻ്റെ വികാരപരമായ ഒരു നൂൽപ്പാലം പൂർണ്ണമായും മുറിഞ്ഞിട്ടില്ല എന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നീക്കം ആരായിരിക്കും എടുക്കുക എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആരായിരിക്കും അടുത്ത തീരുമാനം എടുക്കുക? ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് എന്ന കാർഡാണ്. ഈ കാർഡ് കാണിക്കുന്നത് അടുത്ത നീക്കം വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ചിന്തിച്ചെടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നതാണ്. വന്ന കാർഡും ഇപ്പോഴത്തെ കിങ് ഓഫ് സോർഡ്സിനെയും നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഈ വ്യക്തി ഇമ്പൾസീവ് ആയിരിക്കുന്ന ഒരാളല്ല. അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് പലതവണ ആലോചിക്കും. അതുകൊണ്ട് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ്. പക്ഷേ ഇതായി മിസ് ചെയ്യുന്ന ഇമോഷണൽ മെസ്സേജ് ആയിരിക്കണമെന്നില്ല. പകരം നമുക്ക് സംസാരിക്കാമോ, അല്ലെങ്കിൽ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യണം, നമ്മളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമായെന്ന് തോന്നുന്നു എന്ന തരത്തിലുള്ള മെച്ചേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. കിങ് ഓഫ് സോർഡ്സ് ഒരു സത്യസന്ധമായ സംഭാഷണത്തിൻ്റെ ഒരു കാർഡാണ്. അതുകൊണ്ട് അവർ വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ശ്രമിക്കും. ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ ചില ആളുകൾക്ക് വികാരങ്ങൾ വളരെ ആഴത്തിലുണ്ടാവും, പക്ഷേ അത് തുറന്നു കാണിക്കുന്നതിനേക്കാൾ ലോജിക്കലായ രീതിയിൽ സംസാരിക്കാൻ അവർ ശ്രമിക്കും. ഈ വ്യക്തിയും അത്തരമൊരു എനർജിയിലാണ്. അവർ ഇപ്പോൾ ഹൃദയത്തേക്കാൾ തലച്ചോറിനെയാണ് കേൾക്കുന്നത്. അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയാവും: എന്താണ് ശരിയായ തീരുമാനം, അല്ലെങ്കിൽ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും, ഈ ബന്ധം വീണ്ടെടുക്കാനാകുമോ, ഇനി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് എന്ന കാര്യങ്ങളായിരിക്കും. ഇവിടെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. മുൻപ് വന്ന കാർഡുകൾ 10 ഓഫ് കപ്സ്, അതായത് സന്തോഷത്തിനുള്ള ഒരു ആഗ്രഹം, ദ എംപറർ, നിയന്ത്രണവും ഉത്തരവാദിത്തവും. പിന്നെ 4 ഓഫ് സോർഡ്സ് വന്നത് മൗനവും ആലോചനയാണ്. 2 ഓഫ് കപ്സ് വന്നത് ഇപ്പോഴും ഉള്ളൊരു വികാരം. പിന്നെ കിങ് ഓഫ് സോർഡ്സ് വന്നത് തീരുമാനം എടുക്കുന്നൊരു ഘട്ടം. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഈ വ്യക്തി വികാരങ്ങളെ നിഷേധിക്കുന്നില്ല, പക്ഷേ വികാരങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാനും തയ്യാറല്ല. ഈ സ്പ്രെഡ്സിൻ്റെ എനർജി പ്രകാരം അടുത്ത നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അത് പെട്ടെന്നുള്ള ഇമോഷണൽ ആയിരിക്കില്ല. അവർ ആലോചിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടും ശരിയായ വാക്കുകൾ കണ്ടെത്തിയ ശേഷമായിരിക്കും മുന്നോട്ട് വരിക. അതുകൊണ്ട് ഇവിടെ കാണുന്നത് ഒരു ഇമ്മച്വർ റിയാക്ഷൻ അല്ല, മറിച്ചൊരു മെച്ചർ കമ്മ്യൂണിക്കേഷൻ എനർജിയാണിത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യുക.